കേന്ദ്ര സർക്കാർ ജീവനക്കാരായ 50 ലക്ഷം ആളുകൾ, 65 ലക്ഷം പെൻഷൻ വാങ്ങുന്നവർ, ഇവരെല്ലാം ഇപ്പോൾ വാങ്ങുന്ന ശമ്പളം എത്രയായിരിക്കും? ശമ്പളം പല മടങ്ങ് ഇരട്ടിക്കുകയാണ്. അതിന് എത്രയായിരിക്കും? കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് സന്തോഷ വാർത്തയുമായി 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുമെന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി 16-നാണ് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ പ്രഖ്യാപനം നടത്തിയത്. 2026 അടുത്ത വർഷം ജനുവരി മുതലായിരിക്കും പുതിയ ശമ്പള സ്കെയിൽ നടപ്പിലാക്കുക എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ശമ്പള കമ്മീഷൻ വന്നതോടെ ഇനി 50 ലക്ഷത്തോളം വരുന്ന സൈന്യം ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും 65 ലക്ഷത്തോളം വരുന്ന വിരമിച്ചവരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും എല്ലാം മാറ്റം വരും. നോക്കാം, 8ാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതോടെ കേന്ദ്ര സർക്കാരിൻ്റെ ശമ്പള സ്കെയിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പണപ്പെരുപ്പത്തെ നേരിടാൻ, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത ചെലവുകൾ നേരിടാൻ, ഇങ്ങനെ തുടങ്ങി രാജ്യത്തിൻ്റെ നിരവധി സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ച് യോജിച്ചു പോകുന്ന രീതിയിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ക്രമീകരിക്കലാണ് ശമ്പള കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ. പബ്ലിക് സെക്ടർ ജീവനക്കാരുടെ സാമ്പത്തിക ക്ഷേമം ഉറപ്പുവരുത്താനാണ് ഇടയ്ക്കിടെയുള്ള ശമ്പള പരിഷ്കരണം. ഓരോ 10 വർഷം കൂടുമ്പോഴും കേന്ദ്രം ഇങ്ങനെ കമ്മീഷനെ നിയമിക്കാറുണ്ട്. ഇതിനു മുമ്പ് 7ാം ശമ്പള കമ്മീഷൻ നിലവിൽ വന്നത് 10 വർഷങ്ങൾക്ക് മുമ്പ് 2016-ലാണ്. 2014-ൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് UPA സർക്കാരാണ് 7ാം കമ്മീഷനെ നിയമിച്ചത്. നിലവിൽ എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും പെൻഷനും 2016-ലെ ഈ 7ാം ശമ്പള കമ്മീഷന്റെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ് നടപ്പിലാക്കുന്നത്. 8ാം കമ്മീഷൻ പ്രഖ്യാപിച്ചതോടെ തങ്ങളുടെ ശമ്പളവും ആനുകൂല്യവും പെൻഷനുമെല്ലാം നന്നായി വർദ്ധിക്കുമെന്ന ഉറപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരെല്ലാവരും. അവരിൽ പ്യൂണും ക്ലാർക്കും ടീച്ചർമാരും തുടങ്ങി IAS ഓഫീസർമാരും സെക്രട്ടറിമാരും വരെ ഉൾപ്പെടും. ശമ്പള കമ്മീഷൻ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല. കമ്മീഷന്റെ നിർദ്ദേശങ്ങളെക്കുറിച്ച് സർക്കാർ ഇതുവരെ വ്യക്തമായ കണക്കുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ കണക്ക് എത്രയാണെന്നും അറിയില്ല. പക്ഷേ കഴിഞ്ഞകാല ശമ്പള കമ്മീഷന്റെ തീരുമാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി താരതമ്യം നടത്തി ഏകദേശ ശമ്പള വർധനവ് കണക്കാക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. ശമ്പളം എങ്ങനെ പുനഃക്രമീകരിക്കുമെന്ന കണക്കുകൂട്ടലുകളുടെ പ്രധാന അടിസ്ഥാനം ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. എന്താണ് ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് നോക്കാം. ഗവൺമെന്റ് സ്റ്റാഫുകളുടെ വേതനവും പെൻഷനുമൊക്കെ കണക്കുകൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു മൾട്ടിപ്ലയറാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. രാജ്യത്തെ ഇൻഫ്ലേഷൻ, ജീവനക്കാരുടെ അടിസ്ഥാന ജീവിതാവശ്യങ്ങൾ, ഗവൺമെന്റിന്റെ അഫോർഡബിലിറ്റി, ഇങ്ങനെ തുടങ്ങി നിരവധി ഘടകങ്ങൾ പരിശോധിച്ച് ശമ്പള കമ്മീഷനാണ് ഓരോ തവണയും ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാണെന്ന് നിർണ്ണയിക്കുന്നത്. നിലവിലുള്ള ബേസിക് സാലറിയിൽ നിന്ന് പുതിയ സാലറി കണക്കുകൂട്ടി കണ്ടെത്താൻ ഫിറ്റ്മെന്റ് ഫാക്ടർ മാത്രം കിട്ടിയാൽ സാധിക്കും. നിലവിൽ 7ാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ 2.57 ആണ്. ഈ രംഗത്തെ വിദഗ്ധർ എല്ലാവരും പ്രവചിക്കുന്നത് പ്രകാരം പുതിയ ശമ്പള കമ്മീഷൻ നിർണ്ണയിക്കുന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ ഏകദേശം 2.86 ആയിരിക്കും. കഴിഞ്ഞ ഓരോ ശമ്പള കമ്മീഷനും ഫിറ്റ്മെന്റ് ഫാക്ടർ അനുസരിച്ച് നിലവിൽ വന്ന മിനിമം സാലറി എത്രയായിരുന്നുവെന്ന് നോക്കാം. 1994-ൽ നിലവിൽ വന്ന 5ാം ശമ്പള കമ്മീഷൻ പ്രകാരം മിനിമം സാലറി 2750 രൂപയായിരുന്നു. 2006-ൽ 6ാം ശമ്പള കമ്മീഷൻ വന്നതോടെ ഫിറ്റ്മെന്റ് ഫാക്ടറായി തീരുമാനിച്ചത് 1.86 ആണ്. അതോടെ മിനിമം വേതനം 7000 രൂപയായി മാറി. 2016-ൽ 7ാം ശമ്പള കമ്മീഷൻ ഫിറ്റ്മെന്റ് ഫാക്ടർ 1.86 എന്നത് 2.57 ആയി ഉയർത്തി. അങ്ങനെയാണ് 7000-ൽ നിന്നും നിലവിലെ മിനിമം സാലറിയായ 18000 രൂപ ബേസിക് സാലറിയായി മാറിയത്. ശമ്പളത്തിന് പുറമെ DA, HRA ഇങ്ങനെ തുടങ്ങി അനേകം ആനുകൂല്യങ്ങളും ഇതനുസരിച്ച് തന്നെയാണ് പുതുക്കി നിശ്ചയിക്കുന്നത്. നിലവിൽ 7ാം കമ്മീഷൻ പ്രകാരം ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ സെൻട്രൽ ഗവൺമെന്റ് ജീവനക്കാരുടെ മിനിമം സാലറിയായി കണക്കാക്കുന്നത് 36,020 രൂപയാണ്. പുതിയ കമ്മീഷൻ പലരും പ്രവചിച്ച പ്രകാരം ഫിറ്റ്മെന്റ് ഫാക്ടർ 2.86 ആക്കി നിർണ്ണയിച്ചാൽ തന്നെ 18,000 മിനിമം സാലറി എന്നത് 51,480 രൂപയായി മാറും. സ്വീപ്പർമാർ, പ്യൂൺ എന്നിവർ ഉൾക്കൊള്ളുന്ന ലെവൽ 1 ശമ്പള സ്കെയിലുള്ളവർക്കാണ് 18,000 നിലവിൽ ശമ്പളമുള്ളത്. അധ്യാപകർ അടക്കമുള്ളവർ ഉൾക്കൊള്ളുന്ന ലെവൽ 6-ൽ 35,400 രൂപയാണ് നിലവിലുള്ള ശമ്പളം. ലെവൽ 10 മുതൽ 14 വരെയുള്ളവരാണ് ഹയർ ലെവൽ ജീവനക്കാർ. അതിൽ ലെവൽ 14-ലുള്ളവർക്ക് 1,44,200 രൂപ നിലവിൽ മിനിമം വേതനമുണ്ട്.
ലെവൽ 15 മുതൽ 18 വരെയുള്ളവരാണ് സീനിയർ സിവിൽ സർവൻറ്റുമാർ. IAS-മാരും സെക്രട്ടറിമാരും ഉൾക്കൊള്ളുന്ന ലെവൽ 15-ൽ 1,82,000 രൂപ നിലവിൽ മിനിമം സാലറിയുണ്ട്. ഇങ്ങനെ ഓരോ ലെവലിലും എത്ര മാറ്റം വരുമെന്നറിയാൻ 8ാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്നതുവരെ കാത്തിരിക്കണം. അതോടൊപ്പം അലവൻസുകൾ എങ്ങനെ ക്രമീകരിക്കപ്പെടുമെന്നും ഇതുവരെ ഇല്ലാത്ത മറ്റെന്തെങ്കിലും പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമോ എന്നെല്ലാം അറിയണമെങ്കിൽ കമ്മീഷൻ തങ്ങളുടെ ഫൈനൽ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം. ശമ്പള കമ്മീഷൻ എല്ലാ സംസ്ഥാന സർക്കാരുകളുമായും കൂടിയാലോചിച്ച ശേഷമേ ഈ നിർദ്ദേശങ്ങളെല്ലാം സമർപ്പിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാർ 10 വർഷങ്ങൾ കൂടുമ്പോഴാണ് ശമ്പള കമ്മീഷനെ നിയമിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഇത് 5 വർഷം കൂടുമ്പോൾ നിയമിക്കാറുണ്ട്. 2026-ലാണ് ശമ്പള പരിഷ്കരണം നിലവിൽ വരിക. മുൻകാല പ്രാബല്യം നൽകിയാണ് സാധാരണ ഇത് നിലവിൽ വരാറുള്ളത്. ഈ വർഷം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഒരുങ്ങിയിറങ്ങിയത് ഡൽഹിയും ബീഹാറും അടക്കമുള്ള സുപ്രധാന സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്. അതിൽ ഡൽഹി ആവട്ടെ ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുള്ള പ്രധാന സംസ്ഥാനമാണ്. ശമ്പള കമ്മീഷൻ മുൻകൂട്ടി പ്രഖ്യാപിച്ചതോടെ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ നേട്ടമുണ്ടാക്കാമെന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യങ്ങളിലുണ്ട്.